ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, നമ്മുടെ ഡോർ ഡ്രൈവ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ട് സർ. എവിടെ കേട്ടു? ഇന്നലെ അതിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് സർ ഞാൻ ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അങ്ങനെ കേട്ടു, അല്ലാതെ കേട്ടിട്ടില്ല? അല്ലാതെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കമ്പനിയാണോ സാർ? സോറി സർ. കേരളത്തിനകത്തും പുറത്തും VIPസിന് ഹൗസ് ഡ്രൈവർമാരെ കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു കമ്പനിയാണ് ഡോർ ഡ്രൈവ്. ഓക്കെ സർ. മായ അല്ലേ? CV ഉണ്ട് എന്നതാ കണ്ടത്? അല്ല സർ, എൻ്റെ ഫുൾ നെയിം മായ CV. മായ CV. ഓക്കെ, കുട്ടി ഡ്രൈവിംഗ് പഠിച്ചിട്ട് 3 years ആയി അല്ലേ? അല്ല സർ, ഒരാഴ്ച ആയിട്ടുള്ളൂ. പിന്നെ 3 yearsനകത്ത് കൊടുത്തേക്കുന്നത്? സർ, ലൈസൻസ് കിട്ടിയിട്ട് 3 years ആയി, പക്ഷെ ശരിക്കും ഓടിക്കാൻ പഠിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഫ്രഷർ ആണല്ലേ? അപ്പോൾ ഫ്രഷ് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ? ഓക്കെ. കുട്ടി എന്തുകൊണ്ടാണ് ഡ്രൈവർ ആവാൻ തീരുമാനിച്ചത്? സാർ, എനിക്ക് മൾട്ടി ടാസ്കിംഗ് ആണ് സാർ ഇഷ്ടം. അതായത് ഒരേ സമയം തന്നെ ഒരുപാട് ജോലികൾ ചെയ്യുക, റോഡിലേക്ക് നേരെ നോക്കുക, ഗിയർ മാറ്റുക, ബ്രേക്കും ക്ലച്ചും ആക്സിലറേറ്ററും മാറി മാറി ചവിട്ടുക, ഭയങ്കര പാഷനാണ് സാർ. ഓ, ഗുഡ് ഗുഡ്. പക്ഷേ നമുക്കിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടികളാണ്. അതെന്താ സാർ? ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഗിയർ ഇല്ലേ, ക്ലച്ച് ഇല്ലേ, ബ്രേക്ക് ഇല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് കുട്ടി VIP വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കിലോമീറ്റർ ആണ് സാർ? ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ലോങ് ജേർണിയാണ്. ഈ ഒരു യാത്രയിൽ കുട്ടിക്ക് ഉറക്കം വരുന്നു. ആ സമയത്ത് കുട്ടി എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കുന്നത്? സാർ, ഞാൻ ആദ്യം പുറകെ ഇരിക്കുന്ന VIP നോക്കും, ജസ്റ്റ് ഒരു സ്മൈൽ ചെയ്ത് കാണിക്കും. പിന്നെ ഞാൻ മിറർ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് റെയർ മിററും മിഡിൽ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടെക്നിക്ക് എന്തോ ഉദ്ദേശിക്കുന്നത്? അതായത് ബാക്കിൽ വരുന്ന വണ്ടിയുടെ ഗ്ലെയർ അടിച്ച് കണ്ണിൽ ഇതായി ഉറക്കം പോകും, അങ്ങനെ ടെക്നോളജി വല്ലതും ഉണ്ടോ? എനിക്കറിയത്തില്ല. അല്ല സാർ, മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഞാൻ ഉറങ്ങുന്നത് പുറകെ ഇരിക്കുന്ന VIP കാണാതിരിക്കാൻ. കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും. ഡ്യൂട്ടിയിൽ ഞാൻ ചീറ്റിംഗ് ചെയ്യില്ല, നേരെ കാണരുത്. മോളെ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി എവിടെയെങ്കിലും ചെന്ന് കയറത്തില്ലേ? സാറല്ലേ പറഞ്ഞു ഓട്ടോമാറ്റിക് വണ്ടിയാന്ന്? എൻ്റെ ഭാഗത്ത് തെറ്റാ. അടുത്ത ഞാൻ ചോദിക്കട്ടെ, ഈ സെയിം സിറ്റുവേഷനിൽ തന്നെ ഈ ബാംഗ്ലൂരിലോട്ട് പോകുന്ന റൂട്ടിൽ വനത്തിൽ കൂടെയാണ് പല ടൈമിലും യാത്രകൾ പോകാറുള്ളത്. ഡെൻസ് ഫോറസ്റ്റ്. യെസ്. ആ സമയത്ത് ചിലപ്പോൾ മൊബൈലിന് റേഞ്ച് കിട്ടിയെന്ന് വരത്തില്ല. കാരണം നിങ്ങളുടെ അടുത്തിരിക്കുന്ന VIPക്ക് ഒരുപാട് കോളുകൾ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എന്ത് പ്രിക്കോഷൻസ് ആയിരിക്കും അവിടെ എടുക്കുന്നത്? വനത്തിലേക്ക് എൻ്റർ ആവുന്നതിന് മുമ്പ് ഞാൻ വണ്ടി നിർത്തും. ഓക്കെ, ഗുഡ് ഓപ്ഷൻ. എന്നിട്ട് ഞാൻ പെഡലിൽ ഒന്ന് തിരിച്ച് പുറകോട്ട് നോക്കിയിട്ട് VIP നോക്കി ഒന്ന് ചിരിക്കും. എന്നിട്ടൊരു ചെറു പുഞ്ചിരിയോടുകൂടി പറയും, സാറേ, നമ്മൾ റേഞ്ച് ഇല്ലാത്തടത്തോടാണേ പോകുന്നത്. ആരെങ്കിലും വിളിക്കാനോ സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ ചാറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ എത്രയും വേഗം ചാറ്റ് ചെയ്യണേ. പിന്നെ റേഞ്ച് പോയിട്ട് സാർ എന്നെ വഴക്ക് പറയല്ലേ, ഞാനിതിന് ഉത്തരവാദിയല്ലേ എന്ന് പറയും സാർ. അങ്ങനെ പറയല്ലേ? അങ്ങനെ പറഞ്ഞാൽ പോരെ? മതി. മലയാളി ആയിരിക്കത്തില്ലേ VIP? ഹിന്ദിക്കാരനാണെങ്കിൽ ഹിന്ദി പറയുന്നത്, ഹിന്ദിക്കാരനാണെങ്കിൽ ബായി മേനെ റേഞ്ച് അങ്ങനെ പറയാം. അങ്ങനെ ഒന്ന് പിടിക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ പറയും. കന്നഡ ആണെങ്കിൽ എനിക്കറിയത്തില്ല കന്നഡ. അങ്ങനെ ആണെങ്കിൽ താല്പര്യമില്ല. മോളെ, ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാനിതങ്ങ് നടത്താം. ഒരു സ്ട്രെയിറ്റ് റോഡ്, ഒരു സൈഡിൽ കൊക്ക, മോളും പുറയിലിരിക്കുന്ന VIPയും കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. കാറ് 100 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കുന്നത്. വണ്ടിക്ക് ബ്രേക്കില്ല. ബ്രേക്കില്ല. ഓട്ടോമാറ്റിക് വണ്ടിക്ക് ബ്രേക്കില്ല. എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് എന്ത് ബുദ്ധി ഉപയോഗിക്കും? ആരെങ്കിലും വിളിച്ച് ഹെൽപ്പ് ചോദിച്ചാലോ? 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക, ബ്രേക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്തോ? അവൻ 200 മൈൽ സ്പീഡിൽ വരുമോ പുറയില്? അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ സീറ്റ് ബെൽറ്റ് അങ്ങ് മുറുക്കും. എന്തിനാ? സേഫ്റ്റി നോക്കണ്ടേ? VIPയോടും പറയും സീറ്റ് ബെൽറ്റ് മുറുക്കിക്കോളാം. എന്നിട്ട് ഞാൻ ഗണപതിക്ക് 101 തേങ്ങ അങ്ങ് പറയും. എന്തിനാ ഗണപതിയെ വിളിക്കുന്നതിന്? താമ്പാതി ദൈവം പാതി എന്നല്ലേ സാർ? എന്നിട്ടും വണ്ടി സ്ലോയിലായില്ലെങ്കിൽ ഞാനൊരു മൃത്യുഞ്ജയ ഹോമം അങ്ങ് പറയും. മൃത്യുവിനെ ജയിക്കാൻ. എന്നിട്ടും വണ്ടി സ്ലോ ആയില്ലെങ്കിൽ ഞാൻ വിൻഡോയുടെ ഗ്ലാസ് അങ്ങ് താക്കും. എന്നിട്ട് പറയും, സോറി സാർ, വിൻഡോയുടെ ഗ്ലാസ് കയറ്റിയിടും. ഞാൻ പറയും ബ്രേക്കില്ല എന്ന്. അതെന്തുവാ?
സാർ വണ്ടി 100-110 മൈൽ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുമല്ലേ, അപ്പോഴാണല്ലോ ഞാൻ ഗ്ലാസ് താത്തത്. ഗ്ലാസ് താക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വായിലെല്ലാം കൂടെ കാറ്റടിച്ചങ്ങ് കയറും. അപ്പൊ പറയുന്ന തിരിയത്തില്ല. അതാണ് ഞാൻ ഗ്ലാസ് പൊക്കിയിട്ട് പറഞ്ഞത്. ബ്രേക്കില്ല എന്ന് പറയും. ആരും ശ്രദ്ധിക്കാൻ കാണത്തില്ല. പോട്ടെ. എന്നിട്ടും ഇല്ലെങ്കിൽ ഞാൻ ആ റിയർ മിററിൽ നോക്കിയിട്ട് കുറച്ച് ലിപ്സ്റ്റിക് അങ്ങ് ഇടും. എന്തിനാ? ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ സാർ. ആരും രക്ഷിക്കാൻ കാണത്തില്ല. ഞാനും തീരും, VIP തീരും. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഹോൺ അടിച്ച് ഇങ്ങനെ ഇപ്പം ഇരിക്കും സമാധി. എന്തിനാ കൊച്ചേ ഓണടിക്കുന്നേ? നാട്ടുകാർ 4 പേര് കേട്ടാലല്ലേ കൊക്കയിന്ന് ബോഡി എടുക്കാൻ ആള് വരത്തുള്ളൂ. 2 ബോഡിയാ, 2 ബോഡി. സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും ഞാൻ തീരും. എന്നാലും നിനക്ക് ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചിട്ടൂടെ? ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ? ഇന്നിക്ക് കണ്ണു തുറക്കുമ്പോൾ ഇവിടെ കാണല്ലേ എനിക്ക്. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. രാഹുൽ ചന്ദ്രൻ. അതെ സാർ. നമ്മുടെ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരുപാട് കേട്ടിട്ടുണ്ട് സാർ. ഡു ഓർ ഡൈയെ കുറിച്ച് ആരാണ് കേട്ടിട്ടില്ലാത്തത്? ഡു ഓർ ഡൈയോ? യെസ് സാർ. ശവപ്പെട്ടി കമ്പനിയാണോ അത്? എടോ, ഈ കമ്പനി എന്ന് പറഞ്ഞാൽ VIP-കൾക്ക് ഹൗസ് ഡ്രൈവേഴ്സിനെ കൊടുക്കുന്ന കമ്പനിയാണ്, അല്ല ശവപ്പെട്ടി വിൽക്കുന്ന കമ്പനിയല്ല. ഡു ഓർ ഡൈ എന്ന്, ഡു ഓർ ഡ്രൈവ്. തെറ്റിപ്പോയി സാർ. ഡു ഓർ ഡ്രൈവ്. എന്തുകൊണ്ട് നിങ്ങളൊരു ഡ്രൈവർ ആവാൻ തീരുമാനിച്ചു? സാർ, ആദ്യമായി ഈ ചോദ്യം ചോദിച്ച സുധ ടീച്ചറായിരുന്നു 3ാം ക്ലാസ്സിൽ വെച്ച് എന്നോട്. അപ്പോഴാണ് ഞാൻ ആദ്യമായി പറയുന്നത് ഒരു ഡ്രൈവർ ആകണമെന്ന്. പിന്നെ ഞാൻ പാരകൻ്റെ ചെരുപ്പ് വെട്ടിയിട്ട് ആദ്യമായി ഒരു കളിവണ്ടി ഉണ്ടാക്കി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊരു ഡ്രൈവർ ആകണമെന്ന്. പിന്നെ അച്ഛനോടൊപ്പം അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാൻ കളിവണ്ടികൾ വാങ്ങിച്ചു. അപ്പോഴെൻ്റെ ഡ്രൈവർ വളർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ വലുതാകും തോറും ആ ആഗ്രഹം എന്നിലൂടെ വലുതായി ഞാനൊരു ഡ്രൈവറായി തീർന്നു സാർ. താൻ ONV കുറുപ്പിൻ്റെ മോനാണോ? അല്ല സാർ. ഇത്ര സാഹചര്യത്തിൽ ഈ ഡ്രൈവറിനെ ഇങ്ങനെ പറയാൻ? അല്ല, എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് സാർ ഡ്രൈവിങ്. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു VIP ആയിരിക്കും. കാരണം നിങ്ങളൊരു VIP-യെ കൊണ്ട് നടക്കുന്ന ഡ്രൈവറാണല്ലോ. നിങ്ങളോട് ചിലപ്പോൾ ഒരു ബിസിനസ്മാൻ കാണും, ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി കാണും, ചിലപ്പം ഒരു പൊളിറ്റീഷ്യൻ കാണും. അങ്ങനെ പല കാറ്റഗറിപ്പെട്ട ആൾക്കാരായിരിക്കും. ആരാണെന്ന് നിങ്ങളിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ലോങ് ജേർണി പോവുകയാണ്. അപ്പം ഒരു അറ്റാക്ക് ഉണ്ടാകുകയാണ്. നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അറ്റാക്ക് ഉണ്ടാകുമ്പോൾ വണ്ടി അപ്പോഴും നിർത്തും. ഞാൻ ചാടി ഇറങ്ങിയിട്ട് VIP-യെ സീറ്റിലോട്ട് കിടത്തും, CPR കൊടുക്കും, വേണമെന്നുണ്ടെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കും സാർ. എൻ്റെ പൊന്നു സുഹൃത്തെ, ആ അറ്റാക്കല്ല, നിങ്ങളെ കള്ളന്മാർ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയെ ഫോളോ ചെയ്ത് മറ്റു കുറച്ച് പേര് വന്ന് നിങ്ങളുടെ ഗ്ലാസിന് ഫ്രണ്ടിൽ മുട്ട എറിയുകയാണ്. മുട്ട. നിങ്ങൾക്ക് റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും. മുട്ട എറിയുന്നവരോട് ഞാൻ പറയുന്ന 3-4 ദോശയോട് അറിയാം. കാരണം നമുക്ക് അത്ര വിശപ്പ് കാണത്തില്ലേ. കാരണം നമ്മൾ ലോങ് ഓടി വരുവാ. ഡ്രൈവർമാരുടെ വിശപ്പ് നമുക്കല്ല അറിയത്തുള്ളൂ, മലയാളിമാർക്ക് അറിയത്തില്ല. അവർ മൂക്ക് മുട്ട കഴിച്ചിട്ടിരിക്കുമായിരിക്കും. അല്ലാതെ പിന്നെ നമ്മളവരോട് എന്തോ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എന്തുവാടു ചോദ്യം ചോദിച്ചാൽ എന്തെങ്കിലും ഉത്തരം പറയാമെന്ന് പറഞ്ഞ് വന്നതാണ് ഇൻ്റർവ്യൂവിന്. വിശപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളൊരു കാട്ടിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. ക്ലൈമറ്റ് വളരെ വീക്കാണ്, നല്ല മഴയുണ്ട്. കാടിന് നടുക്കെത്തി. ആ സമയത്താണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വണ്ടിയിൽ ഫ്യൂവലില്ല, ഫ്യൂവൽ തീർന്നിരിക്കുന്നു. പുറയിൽ VIP ഉണ്ട്. നിങ്ങൾ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും. ഒന്ന് കേൾക്കട്ടെ, ഹാൻഡിലൊന്ന് കേൾക്കട്ടെ. എന്ത് ചെയ്യും പറ. ഞാൻ ഡോറ് തുറന്നു. അല്ല സാർ, അതിനു മുമ്പ് ഞാൻ പരിസരം ഒന്ന് നിരീക്ഷിക്കും. സേഫാന്ന് നോക്കിയിട്ട് ഡോറ് തുറന്ന് ഞാൻ വെളിയിൽ ഇറങ്ങും. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി, ബാക്കിലോട്ട് ഞാൻ പോകത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിൽ നേരെ 100-110 ഞാൻ ഓടും. എന്തോത്തിന്? അല്ലെങ്കിൽ VIP എന്നെ കൊല്ലത്തില്ലേ സാർ. കാട്ടിലോട്ട് കയറുന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന് ചോദിക്കത്തില്ലയോ എണ്ണ അടിക്കണമെന്ന്. കാരണം അവരെന്നെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും വലിയ സാറ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ പോത്തില്ലയോ. അവിടെ ഓടി രക്ഷപ്പെടണ്ടേ സാറേ? വേണ്ടായോ? എടാ മൊണ്ണേ, നിനക്കൊക്കെ ഒരു വണ്ടി പോയിട്ട് ഒരു കാളവണ്ടി പോലും നിനക്ക് തന്നോളൂ. ഒരു കാളവണ്ടി പോലും. സാഹചര്യത്തിനനുസരിച്ച് വേണ്ടേ സാറേ നമ്മൾ ചെയ്യാൻ. ഇതാണോ തൻ്റെ സാഹചര്യം? ഇന്ത്യ ഉറ്റു നോക്കുന്ന VIP അവിടെ ഇട്ടിട്ട് കാടിനടുക്കൂടെ ഓടുന്നത്. സാഹചര്യം. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കും. ഒരു ചോദ്യം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കമ്പനി തന്നെ ഡ്രൈവറായിട്ട് വെക്കണം? നിങ്ങളുടെ കമ്പനി അല്ലേ ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം വെച്ചത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുക്കണം. വെളിയിലോട്ടിരിക്കുക കേട്ടോ, വിളിക്കാം. ഈ റൂമിൻ്റെ വെളിയിലല്ല, ബിൽഡിങ്ങിൻ്റെ വെളിയിൽ. ആ പോയാട്ടെ. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, വെരി വെരി ഗുഡ് മോർണിംഗ്. സൂരജ്. യെസ് സാർ.
എന്തുകൊണ്ട് താങ്കൾ ഒരു ഡ്രൈവർ ആവാൻ തീരുമാനിച്ചു? വൈ ഷുഡ് ഐ സാർ? ഞാൻ എന്തുകൊണ്ട് ഡ്രൈവർ ആയിക്കൂടാ? ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് ഡ്രൈവർ ആയിക്കൂടാ? സാർ എനിക്ക് ചിലവിന് തരുമോ? എൻ്റെ പട്ടിണി നടക്കുന്ന എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും സാറ് ചിലവിന് കൊടുക്കുമോ? സോറി, ജസ്റ്റ് ക്വസ്റ്റ്യൻ. കൂൾ. ചെറുക്കന് ഇച്ചിരി മുറ്റാൻ തോന്നുന്നു. അപ്പോൾ താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു VIP ഡ്രൈവർ വേക്കൻസിയിലേക്കാണ്. താങ്കളും താങ്കളുടെ VIP കൂടെ ഒരു ജേർണി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതും താങ്കൾ ഓടിച്ചിരുന്നത് 100 മൈൽ സ്പീഡിലാണ്. എന്തായിരിക്കും താങ്കൾ എടുക്കുന്ന അടുത്ത സ്റ്റെപ്പ്? ആക്ച്വലി സാർ, ഈ സ്റ്റെപ്പ് എടുക്കേണ്ടത് ഞാനല്ല, പിന്നെ ആരാണ്? അത് നാട്ടുകാരും ശേഷം പോലീസുമാണ്. മനസ്സിലായില്ല സാർ, ഞാൻ വിശദീകരിച്ച് തരാം. ഇപ്പോൾ നമ്മൾ ഈ 100 മൈൽ സ്പീഡിൽ പോയ വണ്ടി ഇടിക്കുമല്ലോ, ഇടിക്കുമ്പോൾ എയർ ബാഗ് വന്നിട്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ ക്ലിങ്ങോ എന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പം നാട്ടുകാർ നമ്മളെ വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോരെ കുളിച്ചിടക്കുന്ന നമ്മളെ പോലീസുകാർ എല്ലാവരും കൂടെ കൊണ്ടുപോകുന്നതാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് സ്റ്റെപ്പ് വേണമെങ്കിൽ എൻ്റെ സ്റ്റെപ്പ് ഡാഡും സ്റ്റെപ്പ് മമ്മും കൂടി ഒരു കർമ്മയെ വിളിച്ച് അപ്പോൾ അകത്ത് കിടക്കുന്ന VIP ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സാർ. ചത്ത എന്നോട് ഇങ്ങനെ കാണിക്കരുത് സാർ, ശവത്തിൽ കുത്തരുത് സാർ. സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടോ, താനും തൻ്റെ VIP കൂടെ വീണ്ടും ട്രാവൽ ചെയ്യുകയാണ്. ലോങ് ജേർണി പോവുകയാണ്, നല്ല സ്പീഡിലാണ്. പെട്ടെന്ന് ഒരാൾ റോഡ് ക്രോസ് ചെയ്തു, വണ്ടിക്ക് കുറുകെ ചാടി. താനെന്ത് ചെയ്യും? സാർ, ഫസ്റ്റ് ഞാൻ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. എന്നിട്ട് ഞാൻ വിൻഡോ ഒന്ന് താത്തിട്ട് അവനോട് ചോദിക്കും, എന്തടാ നിനക്ക്, എന്തടാ നിനക്ക് വയ്യേ? എടാ, ആച്ചി കുറുക്കിയാണ് ഒരു ജോലി കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്, നീ അല്ലടാ അത് ഇല്ലാതാക്കൂ. പിന്നെ അവന് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡോ എന്തോന്ന് വെച്ചാൽ കൊടുത്താൽ നമ്മൾ അവനെ അങ്ങ് പറഞ്ഞു വിടും സാർ. സാർ, പിന്നെ ഞാൻ ആ വിൻഡോ ഒന്ന് താത്താൻ അതൊന്ന് പൊക്കുവാണേ. ഓക്കെ സാർ, കഴിയും. അടുത്ത് ഒന്നുകൂടെ ചോദിക്കണം അല്ലേ? ഞാൻ ചോദിക്കണം അങ്ങോട്ട് ചോദ്യം അടുത്തത്. ചോദിച്ചോ സാർ, ഇത് ടെൻഷനാണോ? കാരണം ഉത്തരം ഇങ്ങനെ പടപടാന്നിരിക്കുമല്ലേ കയ്യില് ഇങ്ങനെ തരാം. സാർ ഓക്കെ ആണോ? നിന്റെ മുതലാളി പുതിയൊരു ബ്രാൻഡ് ന്യൂ കാർ എടുത്ത്, അതൊരു ഡീസൽ വണ്ടി എടുത്തത്. നിങ്ങൾ വീണ്ടും ഒരു ലോങ് ജേർണി പോവുകയാണ്. ആ ഡീസൽ വണ്ടിക്കകത്ത് നീ അറിയാതെ പെട്രോൾ അടിച്ചു. നീ എങ്ങനെയാ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും? സാറേ, ഈ പന്ന പട്ടയുടെ ചെവുക്കൽ അടിച്ച് ഞാൻ പൊട്ടിക്കും സാറേ. ആരുടെ? പമ്പ് ജീവനക്കാരൻ്റെ? അല്ല സാറേ, ഈ പുറയിലിരിക്കുന്ന എൻ്റെ മുതലാളി തെണ്ടിയുടെ. സാറേ, 3 ലോങ് ജേണി ഈ എവിടം കെട്ടവനെ കൊണ്ടാ സാറേ ഞാൻ പോയത്. ആദ്യം പോയപ്പോൾ വണ്ടിയുടെ കുറുകെ ആള് ചാടി, രണ്ടാമത് പോയപ്പോൾ വണ്ടി ഇടിച്ച് ബമ്പർ ടു ബമ്പർ ആയതുകൊണ്ട് ആ വണ്ടി പണി ഞാൻ ഇന്നലെ ഇറക്കി സാറേ. എന്നിട്ട് ഈ പമ്പിൽ കൊണ്ട് ചെന്ന് ഞാൻ 5000 രൂപ സാറേ പെട്രോൾ അടിച്ചു കയറ്റി. 1-2 രൂപയ്ക്കല്ല, 5000 രൂപയ്ക്ക്. അത് മുണുമുണുമുണാന്ന് പെട്രോൾ അങ്ങോട്ട് കയറിയപ്പോൾ ഇവര് വായുണ്ട് സാറേ, പഴമായിരുന്നു സാറേ. ഇവന്റെ വായുണ്ട് സാറേ, പഴമായിരുന്നു സാറേ. എനിക്ക് തെണ്ണുണ്ട് സാറേ. സാറേ, ഒന്നുമല്ലൊരു കാര്യമല്ല, എന്റെ വണ്ടിയല്ല ഇവന്റെ വണ്ടിയാ. ഇവനെ ഇടിച്ചങ്ങ് കൊല്ലട്ടെ സാറേ. എനിക്ക് അത്രയ്ക്ക് തെണ്ണമുണ്ട് സാറേ, അത്രയ്ക്ക് തെണ്ണമുണ്ട്. ഒരു പുതിയ കാറിനകത്ത് പെട്രോളിനകത്ത് ഈ ഡീസൽ എഞ്ചിനകത്ത് പെട്രോൾ അത്ര അടിച്ച് നിറച്ചിട്ട് ഈ മൊണ്ണ സാറേ, എനിക്ക് ഇവന്റെ ഒരച്ചു തിന്നു സാറേ. എനിക്കിവനെ സാറേ 3 ലോങ് ജേണി സാറേ, 3 ലോങ് ജേണി. ഒരു മര്യാദ വേണ്ട സാർ, ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെയുള്ളവന്മാരൊന്നും. ഇപ്പോഴും നോക്ക് സാറേ, അവന്റെ വായി പഴം കമാരത്തിന് ഏടിച്ചതിന് നോക്കി ഞാൻ കേട്ടോ. അവൻ എനിക്കൊരു പോകാം നാണം കെട്ടവനെ. അവൻ സീറ്റ് ബെൽറ്റ് വിട്ട് പുറകെ കയറി ഇരിക്കുവാ നാണമില്ലാത്തവൻ, കാലും മേലെ കാലും വെച്ച്. സാർ, എനിക്ക് തെണ്ണമുണ്ട് അത്രയ്ക്ക്. എടാ, നിന്റെ തൊഴിലാളിയാണെന്ന് പറയാം, എനിക്ക് നാണക്കേടുണ്ട്. നാണക്കേട്. ഷെയിം ഓൺ മീ. ഇറങ്ങി പോടാ സാറേ. സെൻട്രൽ ലോക്കായിരുന്നു, അതായിരിക്കും ഇറങ്ങി പോകാൻ. ഒരു കാര്യം ചെയ്യ്, മോൻ്റെ മോലാളിയും കൂടെ വെളിയിലോട്ടിരുന്ന പ്രശ്നം അങ്ങ് തീർക്കുക കേട്ടോ. നീക്കടാ, വിളിച്ചോണ്ട് പോ, നിന്റെ മോലാളിയും വിളിച്ചോണ്ട് പോ. നീ നിന്റെ മുഖം കണ്ടാൽ മതി, ജോലി പോലും കിട്ടത്തില്ല. എരണം കെട്ടവനെങ്ങാണ്ട് 3 ജേണി പോയി സാറേ. എനിക്ക് സങ്കടമുണ്ട്. 3 ജേണി അവഗതി. എരണം കെട്ടവനെങ്ങാണ്ട് പറഞ്ഞു. ഇവനെയൊക്കെ കണ്ടാണ്ടല്ലോ സാറേ, നായിക്ക് വെള്ളം കിട്ടത്തില്ല, അമ്മാതിരിയുള്ള. ഇനി പരസ്യം ചെയ്യുമ്പോൾ ഇവൻ കാണാത്ത രീതിയിൽ പരസ്യം ചെയ്യാണ്. എന്തോന്നടാ ഇത്? നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് സാർ. നന്ദൂട്ടൻ, അതെ. എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഡ്രൈവർ ആവാൻ തീരുമാനിച്ചത്? സാർ, അത് കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ ആഗ്രഹമാണ്. അത് ഒരു സൗണ്ട് കൊണ്ടാണ് എനിക്ക് ആഗ്രഹത്തിലേക്ക് എത്താൻ കാരണം. എന്ത് സൗണ്ട്? അതായത് സാർ, നമ്മുടെ ഈ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ. ഈ ഒരു സൗണ്ട് എന്നെ
ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് സാർ. അത് മാത്രമല്ല ഈ ഒരു ഇഷ്ടം കൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും പെങ്ങളും കടത്തിണ്ണയിലാണ്. എനിക്ക് മനസ്സിലായില്ല താൻ പറഞ്ഞത്. സാർ അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലെ 14 ജില്ലയില്ലേ, 14 ജില്ലയിലെ KSRTC സ്റ്റാൻഡിൽ ഞാൻ പോയി താമസിക്കും. എന്തിന്? എനിക്ക് വണ്ടികളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, ഭയങ്കര കുളിരാണ് എനിക്ക്. അതുകൊണ്ട് വീട് വിറ്റിട്ട് അച്ഛനെയും അമ്മയും കടത്തെണ്ണയാക്കിയിട്ട് ലോഡ്ജി വാടകയ്ക്ക് താമസിക്കുന്നു. എല്ലാ ലോഡ്ജിലും പോയി താമസിക്കും. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചു. താനും തൻ്റെ മുതലാളിയും കൂടെ കാട്ടിൽ കൂടെ പോവുക. പെട്ടെന്ന് വണ്ടിയുടെ നേരെ ഒരു കാട്ടാന ചീറിപ്പാഞ്ഞു വരുന്നു. താൻ എന്ത് ചെയ്യും? തൻ്റെ മുതലാളി ബാക്കിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യുക. ഞാൻ എൻ്റെ മുതലാളി തട്ടി വിളിച്ചിട്ട് പറയും, ആ മുതലാളി ഫ്രണ്ടിൽ ആനയുണ്ട്, ആ നൈസായിട്ട് ഡോറ് തുറന്ന് കാട്ടിൽ കൂടെ ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. അപ്പോൾ താനോ? സാർ ഞാൻ വണ്ടിയിലുണ്ടല്ലോ, മുതലാളി എടുത്ത് ഓടുന്നതിനിറങ്ങിയ ഒരു ടിപ്പൂടെ പറഞ്ഞു കൊടുക്കും. മരത്തിൻ്റെ ഇടയിൽ കൂടെ പൊളഞ്ഞ് ഓടാൻ. ഓടി അപ്പുറത്തെ കരയ്ക്ക് ചെന്നാൽ ഈ വണ്ടി വേണ്ടി ഞാൻ അവിടെ ചെല്ലും. എടും ഇയാൾ വണ്ടിയും കൊണ്ട് ഇല്ലെങ്കിൽ മുതലാളിയെ വണ്ടിക്കകത്ത് ഇരുന്നാൽ പോരെ? മുതലാളി എന്തിനാ ഇറങ്ങി ഓടുന്നേ? സാർ മുതലാളി രക്ഷപ്പെട്ട കാട്ടിലൂടെ ഓടി. ആന എന്നെ കൊന്നോട്ടെ, എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. ആന എന്നെ കൊന്നോട്ടെ, മുതലാളി കൊണ്ട് ഞാനത് ചെയ്യും, കുഴപ്പമില്ല. മുതലാളി ഓടി അപ്പുറത്ത് രക്ഷപ്പെട്ട ആന എന്നെ ചവിട്ടി കൊന്നില്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാം. എൻ്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് സാറ് കാട്ടി പോകാത്തോണ്ടാണ്. സാർ ഒരു ദിവസം കാട്ടിൽ കൂടെ പോയി നോക്കും. ഓക്കെ ശരി. താങ്കളുടെ മുതലാളിയുടെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. കാടിൻ്റെ നടുക്കൂടെ തൻ്റെ മുതലാളിയുടെ ഭാര്യയും മുതലാളിയും കൂടെ കാറിൽ യാത്ര ചെയ്യുകയാണ്. കാടിൻ്റെ നടുക്ക് വെച്ച് മുതലാളിയുടെ ഭാര്യയ്ക്ക് പ്രസവവേദന വന്നു. താൻ എന്ത് ചെയ്യും? ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇവൻ്റെ പെണ്ണുമ്പുള്ള കാട്ടിൽ, യവൻ കാട്ടിൽ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഒരു ഉദ്ദേശം. ഇവനെന്തോ ടാസർ ഉണ്ടായിരുന്നു, അതോ ഇവൻ പുഷ്പയോ? ഇവന്മാരെല്ലാം ഉണ്ടാക്കുന്ന എന്തിനാ കാട്ടിലോട്ട് കയറുന്നത്? എനിക്കറിയാൻ പറ്റുന്ന ചോദിക്കും, എന്ത് കയറുന്ന കാട്ടിൽ കയറുന്നത്? അവിടെ മോക്ക് ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ കാട്ടിൽ കൂടെ വരാൻ പറ്റും. അവൻ്റെ പെണ്ണുമ്പോൾ 9 മാസം ഗർഭിണിയാണെങ്കിൽ അതും കാട്ടിൽ കൂടെ പോകാൻ പറ്റും. ഇതെന്തോ എനിക്ക് മനസ്സിലാവുന്നത്. ഇവരെല്ലാം കാട്ടിൽ വെച്ച് എന്തിനാണ് ഉണ്ടാക്കുന്നത്? നാട്ടിൽ സ്ഥലമില്ലയോ? അപ്പോൾ ഇവനാവശ്യം വേറെന്തോ പരിപാടിയാണ്. ഇവനാവശ്യം ഒരു പിമ്പിനെ, ഡ്രൈവറിനല്ലേ ഇവനാവശ്യം. ഞാനാ പഠിക്കുന്നത്. ഇവിടെ ഒരു VIP ആകുമ്പോൾ പല സിറ്റുവേഷനിൽ കൂടെ പോകേണ്ടി വരും, പല സിറ്റുവേഷനിൽ കൂടെ ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ എനിക്ക് ആൻസർ കിട്ടിയാലേ എനിക്ക് ഒരിടത്ത് പറഞ്ഞു വിടാൻ പറ്റും താങ്കളെ. സാർ ഒരു VIP ആകുമ്പോൾ പല സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, പല സ്ഥലത്തൂടെ വണ്ടി ഓടിക്കേണ്ടി വരും. ഇയാൾ 24 മണിക്കൂർ കാട്ടിലല്ലേ. ഇവന് കാട്ടിൽ ഇതിന് മാത്രം എന്ത് സിറ്റുവേഷൻ ആണുള്ളത്? ഈയുടെ വണ്ടി ഏതാണ് സാർ? ഇന്നോവ ഹൈ ക്രോസ്. പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി ഇവൻ ഏതോ ക്രോസ് ആണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് കാട്ടിലോട്ട് കയറി പോകുന്നത്. ഓക്കോ ജോലിയുണ്ടോ? ജോലിയില്ല. നമസ്കാരം സാർ. പ്രവീൺ, അതെ അതെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിങ്ങളൊരു ഡ്രൈവർ ആവാൻ തീരുമാനിച്ചു? വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ് സാർ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് ഈ പണി ചെയ്യേണ്ടി വന്നു. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നെ എല്ലാം സഹോദരിയുടെ ഭർത്താവാണ് നോക്കുന്നത്. പുള്ളിക്കാണെങ്കിൽ 24 വയസ്സേ ഉള്ളൂ. ആ പ്രായം വെച്ചുകൊണ്ട് ഇത്രയും നാൾ ഞങ്ങളെ നോക്കി. തനിക്ക് എത്ര വയസ്സുണ്ട്? 37 ചിങ്ങം വരുമ്പോൾ. എടോ 37 വയസ്സുള്ള തന്നെ 24 വയസ്സുള്ള തൻ്റെ അളിയനാണോ നോക്കുന്നത്? ഈ ചോദ്യം എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്നോട് ഒരുമിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. സുഹൃത്തെ, ഇതൊരു പ്രൊഫഷണൽ കമ്പനിയാണ്, ഇവിടെ വന്നിരുന്ന് മോങ്ങല്ലേ. ഇല്ല, സോറി, സോറി. ഓട്ടോമാറ്റിക്കലും മാനുവലും തമ്മിലുള്ള വ്യത്യാസം എന്തോ അറിയാം. ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ഓട്ടോയുടെ എൻജിൻ വെച്ച വണ്ടി, മാനുവൽ എന്ന് വെച്ചാൽ മാരുതിയുടെ എൻജിൻ വെച്ച വണ്ടി, സ്പീഡിൽ പോകും. എടോ, ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ഗിയർ ഇല്ലാത്ത വണ്ടി, മാനുവൽ എന്ന് വെച്ചാൽ ഗിയർ ഉള്ള വണ്ടി, ഇത്രയേ ഉള്ളൂ. ശിവൻ സാറ് പറഞ്ഞ നിങ്ങളൊന്നും അല്ല. ആരാടോ ശിവൻ സാറ്? ഡ്രൈവിംഗ് പഠിപ്പിച്ച സാറ്. ശിവൻ സാറിനോട് പറയുന്നത് സ്കൂൾ നടത്തണ്ടാന്ന് കേട്ടോ. ഒരു ഡ്രൈവറിന്റെ വിവിധതരം ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അറിയാം. എന്തൊക്കെയാ? രാവിലെ എഴുന്നേറ്റ് വണ്ടി കഴുകിയിടണം, ചെടി നനയ്ക്കണം, പട്ടയെ കുളിപ്പിക്കണം, പിന്നെ മേഡത്തിൻ്റെ കൂടെ ചന്തയിൽ പോകണം, ഷോപ്പിങ്ങിന് പോകണം. പിന്നെ VIP സാറ് വീട്ടിലില്ലാത്തപ്പോൾ കൊച്ചമ്മയുടെ കൂടെ മറ്റേത് എന്തോ മറ്റേത് സാറില്ലാത്തപ്പോൾ ചെയ്യുന്ന മറ്റേത്, സാറിനെ കാണുമ്പോൾ പേടിച്ചോടുന്നേ. എന്തോന്നത്?
ഒന്നുമില്ല. എൻ്റെ പോയാക്കരുത്. എടോ, തൻ്റെ മുതലാളി ഒരു റൂഡ് ക്യാരക്ടറാണ്. താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അയാളെ? ഞാൻ നേരെ മുതലാളിയുടെ റൂമിലോട്ട് ചെല്ലും. എന്നിട്ട് മുതലാളി ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഞാൻ അങ്ങ് പുതപ്പിക്കും. കഴിഞ്ഞില്ലേ? എന്താ കഴിഞ്ഞില്ലേ എന്ന്? ഇപ്പം മുതലാളിയുടെ ന്യൂറ് മാറിയില്ലേ? എടോ, റൂഡെന്നാ പറഞ്ഞത്, അല്ല ന്യൂഡെന്നല്ല പറഞ്ഞത്. കർക്കശക്കാരൻ. സോറി സാർ, ഒരു വാക്ക് മാറിപ്പോയതാ. മൈ മിസ്റ്റേക്ക്. ഞാൻ ഡെയിലി കൊണ്ടാക്കും. എവിടാ? നാടകത്തിന്. നാടകത്തിന്? ആ, കാക്കാരിശി നാടകക്കാരനാണെന്നല്ലേ പറഞ്ഞേ? കാക്കാശി നാടകമോ? എടോ, കർക്കശക്കാരൻ നാടോ ഞാൻ പറഞ്ഞത്. തനിക്ക് എന്താടോ? ജോലി കയ്യിൽ നിന്ന് പോതേ. എടോ, തൻ്റെ മുതലാളി കോപിക്കുമെന്നാ പറഞ്ഞത്. റൂഡ് ക്യാരക്ടർ, കർക്കശക്കാരൻ, അതാ പറഞ്ഞത്. എന്ത് ചെയ്യും താൻ? എന്നോട് കോപിക്കോ? ഇത്രയും ജോലിയൊക്കെ ചെയ്ത് എന്നോട് കോപിക്കോ പുള്ളി? രാവിലെ ഞാൻ കാറ് മുതൽ കഴുകിയിട്ട് തുടങ്ങുന്ന പണിയാ. പുള്ളി എവിടെ പോണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഞാൻ കൊണ്ട് കാക്കും. നീ ഒരു പറ്റി കഴിച്ചോ, നീ ഒന്ന് നടുനിവർത്തിയോ എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കാറില്ല. ഞാൻ കൂടെ തന്നെ കാണും നേടലായിട്ട്. അറിയോ? പട്ടിണിയായിട്ടോ സാറേ? വിശപ്പ് കൊണ്ട. തനിക്കിപ്പോ വിശക്കുന്നുണ്ടോ? ഒത്തിരി ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, താഴെ റിസപ്ഷനിൽ ചെന്നിട്ട് ഊണ് മേടിച്ച് കഴിച്ചോ. പോ. ഊണ് വേണ്ട. നാട്ടും പുറത്തുനിന്ന് അറിഞ്ഞറിഞ്ഞ് പട്ടണത്തെ അൽഫാം ഉണ്ടെന്ന അതും മതി. എന്നാ പോ, ചെല്ല്. താങ്ക് യു സാർ. ആ. എന്നെ ജോലിക്ക് എടുത്തോ. എന്നെ അടുത്ത്. അയ്യോ ഈശ്വര, വന്നവന്മാരൊന്നും ശരിയാവുന്നില്ലല്ലോ. ഞാൻ എൻ്റെ പഴയ പണിക്ക് തന്നെ പോകേണ്ടി വരുമല്ലോ. എനിക്ക് വയ്യ ഭ്രാന്തൻ്റെ കൂടെ ജോലി ചെയ്യാൻ. ഞാൻ കാട്ടിൽ കിടന്നിന് നരയിച്ച് ചാവത്തേ ഉള്ളേ. എൻ്റെ തമ്പുരാനെ, എനിക്ക് വയ്യ. ഞാൻ പോകത്തില്ല. അയ്യോ, ഞാൻ പോകത്തില്ല. Ha ha ha.